ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രോസ് റോഡ്സ് എന്ന ഫിലിം കോമ്പറ്റീഷൻ വളരെ ഭംഗിയായി ക്രമീകരിക്കുന്നതിന്, വളരെ അനുഗ്രഹീതമായി പര്യവസാനിക്കുന്നതിന് ദൈവം കരുണ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ സംഘാടകർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുബിൻ അച്ഛനെയും എല്ലാ സഖ്യം പ്രവർത്തകരെയും ഞാൻ ഓർത്ത് സന്തോഷിക്കുകയും അവരോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. 12 ടീമുകളെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് കൊച്ചു കാര്യമല്ല. അതിന് പിന്നിൽ നടന്നിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളെയും, വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങിനെയും പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഒരു വലിയ പ്രതീക്ഷയാണ് തീർച്ചയായും ഈ ഒരു കോമ്പറ്റീഷൻ സഭയ്ക്ക് നൽകുന്നത്. പങ്കെടുത്ത 12 ടീമുകളും വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ട് വളരെയധികം അർത്ഥവത്തായ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന ഷോർട്ട് ഫിലിം എന്ന നിലയിൽ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. അത് ദൈവം നൽകിയിട്ടുള്ള താലന്തുകൾ അത്തരത്തിൽ ദൈവനാമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം, ഞാൻ ബ്ലസ്സി. കനേഡിയൻ മർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്രോസ് റോഡ് എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു ജൂറിയാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വിദേശത്ത് ജീവിക്കുന്ന മലയാളികളായ വിവിധ ഇടവകകളിലുള്ള ഏതാണ്ട് 12ഓളം ചർച്ചസിൽ നിന്ന് വന്ന വലിയൊരു കോമ്പറ്റീഷൻ, എല്ലാം ഒന്നിനൊന്ന് വളരെ നല്ല രീതിയിൽ, മെച്ചം എന്ന് പറയുമ്പോൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ വിദഗ്ധമായ രീതിയിലുള്ള സ്ക്രിപ്റ്റും അഭിനയവും ഷൂട്ടിങ്ങും ഒക്കെ നന്നായ രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. നമസ്കാരം, ഞാൻ ഡോൺ മാക്സ്. ദ കനേഡിയൻ മർത്തോമ യുവജന സംഘം സംഘടിപ്പിച്ച ദ ക്രോസ് റോഡ്സ് എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ജഡ്ജിങ് പാനലിൽ അംഗമാകാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. ഇതിലെ ഫിലിംസ് എല്ലാം എനിക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് അപ്കമിങ് ടാലൻസ് ഇതിൽ എൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് അതിമനോഹരമായിട്ട് തന്നെ ചില ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇവർക്കെല്ലാവർക്കും എൻ്റെ ഒരുപാട് അഭിനന്ദനങ്ങൾ. ദേവതാരു പൂത്ത
സെൽവി കഴിച്ചോ? ഇല്ലമ്മാ, അമ്മ സാപ്പിട്ടിട്ട് ഞാൻ സാപ്പിടാം. സെൽവി എനിക്ക് കുറച്ച് മതി കേട്ടോ. ശരി അമ്മ, ഞാൻ മാർക്കറ്റിൽ പോവാ. വല്ലതും വേണമാ? ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് മീൻ കിട്ടുവാണെങ്കിൽ മേടിച്ചോ കേട്ടോ. ശരി. സ്റ്റീഫ മോനെ, നീ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഒന്ന് വിളിക്കണേ മോനെ കേട്ടോ. മോളെ ജാസ്മിനെ, എത്ര നാളായി ഒന്ന് സംസാരിച്ചിട്ടാ? നിനക്ക് പറ്റുമ്പോൾ നീ അമ്മയൊന്ന് വിളിക്കണേ മോളെ. അമ്മ ഒന്നും സാപ്പിട്ടില്ലല്ലോ. മോളിയെ, നീ എന്താടി ഇന്ന് നടക്കാൻ വരാഞ്ഞേ? ഇന്നലെയും കണ്ടില്ല. എന്നാ പറ്റി നിനക്ക്? എൻ്റെ ജെസ്സി, എനിക്ക് തീരെ വയ്യായിരുന്നു, അതാ ഞാൻ വരാതിരുന്നത്. നീ വാ, അകത്തോട്ടിരിക്കാം, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഓ, അകത്തിരിക്കണ്ടാടി, നമുക്ക് ഈ പുറത്തിരുന്ന് സംസാരിക്കാം. മോളി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നീ എന്താ വല്ലാതിരിക്കുന്നേ? നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നീ എന്നോട് പറ. ഒന്നുമില്ല ജെസ്സി, എനിക്ക് എങ്ങനെങ്കിലും ഈ ജീവിതം ഒന്ന് ഉന്തി തള്ളിക്കൊണ്ട് പോയാൽ മതിയെന്നേ ഉള്ളൂ. അതിന് മാത്രം ഇപ്പം ഇവിടെ എന്നെ ഉണ്ടായിടി. നീ എന്നോട് പറ. വേറൊന്നുമല്ല, സ്റ്റീഫനും ജാസ്മിനും ഇപ്പം എന്നെ വേണ്ട. അമ്മ എന്ത് ചെയ്യുന്നു പോലും അവർക്കറിയണ്ട. ചില നേരത്ത് രണ്ടുപേരും പറയുന്നത് കേട്ടാൽ ഞാനങ്ങ് ഇല്ലാണ്ടാവും. സ്റ്റീഫന് പിന്നെയും കുറച്ച് മയമുണ്ട്. അയ്യോ, ജാസ്മിൻ പറയുന്നതിന് കയ്യും കണക്കുമില്ല. ചാച്ചനുണ്ടായിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഇവരിങ്ങനെ ഒന്നും അല്ലായിരുന്നു. മോളി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. പിള്ളേരെന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ നിന്റെ ആരോഗ്യവും സമാധാനവും നോക്കേണ്ടത് നീയാ. അവരുടെ താളത്തിനൊത്ത് നീ തുള്ളാൻ നിൽക്കല്ലേ. നീ അവരുടെ അമ്മയാ. അത് മനസ്സിലാക്കി വേണം അവർ നിന്നോട് സംസാരിക്കാൻ. എന്താണെങ്കിലും എല്ലാത്തിനും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. Hey, I need a paint. No, come here. Guys, don't fight. Share. Jyoti. ചാച്ചാ, നമുക്ക് രാത്രി 2 ബിരിയാണി ഓർഡർ ചെയ്താലോ? Okay. OTT പുതിയ സിനിമ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞ ആഴ്ചത്തെല്ലാം കണ്ടില്ലേ? നെറ്റ്ഫ്ലിക്സിലും പ്രൈമിലും ഇല്ല? നീ ഒരു പടം പിടി, നമുക്കതിരുന്ന് കാണാം. ഞാനിപ്പോ വരാം. ആ അമ്മ. എവിടെയാ? നീ വീട്ടിലാണോ? കഴിച്ചോ കുഞ്ഞെ? ആ അമ്മ പറ. ഞാന് നീയും ജാസ്മിനും വിളിക്കുമെന്ന് കരുതി നോക്കിയിരിക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഡോക്ടറിന്റെ തൊട്ട് എന്തായി? മോനെ, പ്രഷർ അല്പം കൂടുതലാ. മരുന്ന് പഴയത് മാറ്റി തന്നിട്ടുണ്ട്. ആ വേറെന്താ? എടാ, നീ എന്താ മോനെ ഒന്ന് വിളിക്കാത്തെ? അമ്മ എത്ര വട്ടമാടാ മെസ്സേജ് അയക്കുന്നേ? നീ പിള്ളേരെ പോലും ഒന്ന് കാണിക്കത്തില്ലല്ലോടാ. പിന്നെ ജ്യോതി എന്തിയെ? ആ അവരിവിടെ ഉണ്ട് അമ്മേ. പിന്നെ ഞാനെന്തോ വിളിക്കാനാ? അവിടുത്തെ ഓരോ വിശേഷം കേട്ടിട്ടേ എനിക്കെന്തോ പറയണമെന്ന് അറിയത്തില്ല. എടാ, എന്തുവാ? നീ ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കും മോനെ. അമ്മയ്ക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിൽക്കാം, എൻ്റെയും ജ്യോതിയുടെയും കൂടെ. അതും അല്ലാതെ അമ്മയ്ക്ക് ഇപ്പം കല്യാണം ആലോചിച്ച് തരാനും നടത്തി തരാനൊന്നും എനിക്ക് പറ്റത്തില്ല.
പറഞ്ഞോ സ്റ്റീഫ? പിന്നെ അതുകൊണ്ടല്ലേ എന്നെ വിളിക്കാത്ത? ഒന്നും പറയാതാണോ അമ്മേ ജെസി ആൻറ്റി കല്യാണം ആലോചിച്ച് വന്നത്? അയാൾ ആരാ അമ്മേ? അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ? ഞാൻ ജ്യോതിയുടെ വീട്ടുകാർക്ക് എന്തോ അമ്മേ പറയണ്ടേ? അമ്മയ്ക്ക് പുതിയ കല്യാണം ആലോചിക്കാൻ വന്നോ? അമ്മയ്ക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാം, അല്ലെ വല്ല ഓൾഡ് ഏജ് ഹോമിലും പോയി കിടക്കാം. എന്നെ വെറുതെ നാണം കെടുത്തരുത്. ഞാൻ അത്ര വലിയ പരിഷ്കാരമൊന്നുമല്ല. This is what Devin Witherspoon can do for a team. This looked like it was going to bust for some big yardage, and he slowed it down, waited for his help, and left them short of the first down. കുറെ നേരം പോയിട്ട് ആരാച്ചാ വിളിച്ചേ? അമ്മയായിരുന്നു. ആഹാ, അത് പറയാച്ചാ കല്യാണക്കാരിയൊക്കെ എന്തോ ആയി? കുറി അടിക്കണ്ടായോ? നീ ഇപ്പൊ കാഞ്ചീപുരം സാരി വാങ്ങണം. എനിക്ക് വയ്യ. ജ്യോതിയെ, നിന്റെ ഈ ചൊറിച്ചില് നല്ലതിനല്ല, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടേ. അത് പിന്നെ എൻ്റെ അമ്മായിമ്മയുടെ കല്യാണക്കാരത്തി എനിക്ക് ഇടപെടണ്ടേ? അത് കൊള്ളാം. ചാച്ചാ, ഞാനാണോ ജാസ്മിനാണോ കല്യാണത്തിന് അമ്മയുടെ പുറകെ നിൽക്കാൻ പോകുന്നത്? അവൾ എന്തായാലും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിൽക്കാൻ ചോദിച്ചാ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇത് എൻ്റെ അമ്മയുടെ കാര്യമല്ലേ, ഞാൻ നോക്കിക്കോളാം. നിന്നെ മുമ്പിൽ നിർത്തണോ പുറകെ നിർത്തണോ, അമ്മയ്ക്ക് വിളക്ക് കൊടുത്ത് സ്വീകരിക്കണോ, സമയമാകുമ്പേ ഞാൻ പറയാം. ഇപ്പം നിന്റെ ജോലിക്ക് പോയേ. മോനെ നീ മിച്ചം കൊടുത്തായിരുന്നോടി? ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മോനെ നീ ആ മോളിയുടെ പിള്ളേരെ ഒന്ന് വിളിച്ചേടി. അമ്മയ്ക്ക് വേറെ പണിയില്ല. നീ ചുമ്മാ തിരുന്നിടത്ത് ഒരു കല്യാണ ആലോചന ആലോചിച്ച് ആകെ പ്രശ്നവും ബഹളമാക്കി. നീ ആ സ്റ്റീഫനെ ഒന്ന് വിളിക്കും. നോക്കട്ടെ. സ്പീക്കറിലിട്ടെ. ഹലോ സ്റ്റീഫ, ബിസിയാണോ? ഓക്കെ. ഇടമനെ ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. നീയും ജാസ്മിനും മൊളി ആൻറ്റിയെ വിളിക്കുന്നില്ലെന്നോ പ്രശ്നമാണെന്നോ ഒക്കെ മമ്മി പറയുന്നത് കേട്ടു. മമ്മി കൊണ്ടുവന്ന കല്യാണാലോചനയുടെ പേരിലാണോ? അങ്ങനൊന്നുമില്ല. ഞാനൊരു 3 ദിവസം മുമ്പ് വിളിച്ചാണല്ലോ, ഒരു കുഴപ്പമില്ല. പിന്നെ ആലോചന കാര്യം ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. അത് ഞാൻ അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അത് അത്രേ ഉള്ളൂ ചേച്ചി. എടമനെ നീ ജസ്റ്റ് ഒന്ന് വിളിക്കും മൊളി ആൻറ്റിയെ. നിനക്കും ജാസ്മിനും ഇഷ്ടമില്ലാത്തതൊന്നും മൊളി ആൻറ്റി ചെയ്യത്തില്ലെന്ന് നിനക്കറിയാമല്ലോ. നിങ്ങളൊന്ന് വിളിച്ച് സമാധാനത്തോടൊന്ന് കാര്യം പറ. എടാ മോനെ നിക്ക് മമ്മിക്ക് എന്തോ കാര്യം പറയാനുണ്ടെന്നേ. ആ മോനെ സ്റ്റീഫ, എന്തുകൊണ്ട് വിശേഷം? ആ മോനെ, നിനക്ക് എന്നോട് ദേഷ്യമാണെന്നൊക്കെ എനിക്കറിയാം. മോനെ, ഞാൻ ഈ ഒരു ആലോചന കൊണ്ടുവന്നത് നിങ്ങളെ തമ്മിൽ തല്ലിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമല്ല. മോളി എൻ്റെ കൂട്ടുകാരിയാണെന്ന് നിനക്കറിയാമല്ലോ. ജോസഫ് മരിച്ച പിന്നെ അവൾ ആകെ അങ്ങ് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പണ്ടത്തെ പോലത്തെ ആ പാട്ടും ചിരിയും കളിയും ഒന്നും ഇപ്പം ഇല്ല. രാത്രിയിലാന്ന് എത്ര പ്രാവശ്യം അവൾ എന്നെ വിളിക്കാറുണ്ടെന്നറിയാമോ? സ്വപ്നം കണ്ട് പേടിച്ച്. രാത്രി പുറത്തോട്ടൊന്നും ഇറങ്ങത്തു പോലും ഇല്ല. ഗേറ്റ് അടയ്ക്കാതെ ഇപ്പം കിടന്നുറങ്ങുന്നേ. ഇന്നത്തെ കാലത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ താമസിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെന്ന് നിനക്കറിയാലോ. മോനെ, അങ്ങനൊന്നും പറയല്ലേടാ. ഞാനിത് കൊണ്ടുവന്നപ്പം ഞാനാണേ അവക്കൊരു കൂട്ട് വേണമെന്ന് മാത്രമേ ആലോചിച്ചുള്ളായിരുന്നു. സണ്ണിയെ നിനക്കറിയാലോ, നമ്മുടെ പള്ളിയിലെ ഒരു പഴയ ഒരു മെമ്പറാണ്. അവരങ്ങ് ഗൾഫിൽ പോയി. അവിടെ വെച്ച് അവൻ്റെ ഭാര്യയൊക്കെ അങ്ങ് മരിച്ചു. പിന്നെ 2 പെൺപിള്ളേരാണ് പുള്ളിക്ക്. ഇപ്പോൾ അവർ നാട്ടിൽ വന്ന് സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നാളിൽ ഞാൻ കണ്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഞാൻ ചിന്തിച്ചത്, മോളിക്കൊരു കൂട്ടാകുമല്ലോ എന്ന് ഓർത്തോണ്ട്. അതുകൊണ്ട് മാത്രമാണ്. മോനെ സ്റ്റീഫ, സണ്ണിക്കും പിള്ളേർക്കും ഈ കാര്യത്തിൽ വളരെ സമ്മതമാണ്. നീയും ജാസ്മിനും കൂടെ ഒന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുക്കുക. അല്ല മോളിയെ വഴക്കൊന്നും പറയല്ലേ. അവളെ ഒന്ന് വിളിക്ക് നീ. വേറെ ഒന്നുമില്ല മോനെ. ശരി എന്നാ. ഓക്കെ 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 ഓക്കെ.
പ്രിയമുള്ളവരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഈ സന്ധ്യയെങ്കിൽ നമുക്ക് ഈ ദേവാലയത്തിൽ സന്ധ്യാപ്രാർത്ഥനയായിട്ട് ഒരുമിച്ച് കൂടുവാൻ ദൈവം അവസരം തന്നല്ലോ. നമ്മുടെ ആയുസ്സിൻ്റെ ഉടയവനും പരിപാലകനുമായ ദൈവത്തിന് നമുക്ക് ആയിരം സ്തുതിസ്തോത്രങ്ങളെ അർപ്പിക്കാം. പകൽ മുഴുവൻ അവിടുത്തെ കരവലയത്തിൽ നമ്മളെ അതാതിടങ്ങളിൽ അവൻ സുരക്ഷിതമായി കാത്ത് പരിപാലിച്ചു. ദൈവത്തിന് മുൻപാകെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായി ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. മോളി ഇറങ്ങുവാണോ? സണ്ണി, മഴയില്ലേ, അന്നേരം കൂടുന്നതിന് മുമ്പ് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. 2 ആഴ്ച ഇല്ലായിരുന്നോ? കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു? അത് എനിക്ക് സുഖമില്ലായിരുന്നേ, അപ്പം പിന്നെ അതുകൊണ്ട് വന്നില്ല. അത് ശരി. സ്റ്റീഫനും ജാസ്മിനൊക്കെ വിളിക്കാറുണ്ടോ? പിള്ളേർ ഉണ്ട്, പിന്നെ വിളിക്കാറുണ്ട്. പിന്നെ അവരുടെ സമയമൊക്കെ ഉണ്ടേ. മോളി, ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം മോളിയും മക്കളുമായിട്ടൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നു. അത് മോളെ അഫക്റ്റ് ചെയ്യരുത്. അതെനിക്ക് വളരെ മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോളിക്ക് എപ്പോഴും ഞാനൊരു നല്ല സുഹൃത്തായിരിക്കും. അത് ഞാൻ പ്രോമിസ് ചെയ്യും. അപ്പ കഴിച്ചോ? രണ്ടെടുത്തു. മൊളയാണ്ടിയേ ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു മോളെ. മോളെവിടെ ഇപ്പൊ? ഞാനിപ്പം ചെന്നൈയിലാ. ചെന്നൈയില്. ഞാൻ ബാംഗ്ലൂർ. എനിക്ക് ഒത്തിരി സന്തോഷം. ഒത്തിരി നാളായില്ലേ. താങ്ക് യു മോളെ. ഭയങ്കര മഴയാ. ആണോ? എന്നാ ഞങ്ങൾ അങ്ങ് വിട്ടേക്കാം നിന്നെ. അച്ചു കാറ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന്. എന്നാ ഞങ്ങൾ മോളിയെ അങ്ങ് വിട്ടിട്ട് പൊക്കോളാം. എന്നാ മക്കളെ ശരിയല്ലേ? ഓക്കെ, ശരി, പോട്ടെ. ഓക്കെ, നമുക്ക് പാടി. ആരാ? എന്താ ഒരു ശബ്ദം അവിടെ? ആരെങ്കിലും എന്തോ മോളെ, മഞ്ഞയാണോ ഹെയറിനടിക്കുന്നത്? ബ്ലാക്ക് അല്ലേ അടിക്കണ്ടേ? ജാസ്മിനെ, ദേ മമ്മി വിളിക്കുന്നു. എന്തോ ജാസ്മിനെ, എത്ര ദിവസമായിട്ട് വിളിക്കുന്ന മമ്മി? ദേ ഞാൻ എടുക്കാൻ പോവാ. ഹലോ മമ്മി. ഹലോ, എന്തുണ്ട് മമ്മി വിശേഷം? ജോജുമോനെ, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷമൊക്കെ? ഓ, ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ തണുപ്പൊക്കെ തുടങ്ങി, വിൻ്ററൊക്കെ ആയി. ആണോ? ഞാൻ ജാസ്മിനെ 2-3 തവണ വിളിക്കാൻ നോക്കിയായിരുന്നു, കിട്ടിയില്ല. എനിക്ക് തോന്നി ജാസ്മിൻ തിരക്കായിരിക്കുമെന്ന്. ഓ ആണല്ലേ. ജാസ്മിന് ചെറിയ തിരക്കാ. എന്നാലും ഞാൻ പറയാം കേട്ടോ, സംസാരിക്കാൻ പറയാം. എന്താണ്ട് മിന്നു എൻ്റെ അടുത്തുണ്ട്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു മോൾ എന്ത് ചെയ്യുന്നു, ഒന്ന് കൊടുക്കാമോ? മിന്നു, അമ്മച്ചി. മിന്നുമോളെ. യെസ് അമ്മച്ചി. മോളെ, സുഖമാണോ കൊച്ചിന്? സുഖമാ. ആണോ? മോള് സ്കൂളിലൊക്കെ പോയോ? ഒന്ന് സ്കൂളിൽ പോയെന്ന് പറ. സ്കൂളിൽ പോയി. സ്കൂളിൽ പോയോ? മോളെ, അമ്മച്ചിക്ക് മോളെ അങ്ങ് കാണാൻ അങ്ങ് കൊതിയാവുക. മോളെ അമ്മച്ചിയെ വന്ന് കാണണം കേട്ടോ. ഓക്കെ അമ്മച്ചി, ഞാൻ കാണാം. അമ്മച്ചിക്ക് ഒരു ചക്കരയമ്മ തരാവോ? ഓക്കെ. ഉമ്മ മോളെ. മോളെ മമ്മി ഉണ്ടോ അവിടെ? മമ്മി ഉണ്ട് കിച്ചണിലാ. ആണോ? പപ്പ സംസാരിക്കട്ടെ. മമ്മി, ഞാൻ ജാസ്മിൻ്റെയിലോട്ട് ഫോൺ കൊടുക്കാം. ശരി കേട്ടോ. ജാസ്മിനെ, ഒന്നിങ്ങി വന്നേ. എന്തുവാ ഇത്? ഇതൊന്നും ശരിയല്ല കേട്ടോ. ഒന്ന് സംസാരിക്കാം. മോളെ. എന്താ അമ്മേ? എന്താ മോളെ, എന്താ മോനെ, എന്താ അമ്മയൊന്ന് വിളിക്കാത്തെ?
എനിക്ക് കുറേ കാര്യങ്ങളും തിരക്കും എല്ലാം ആയി. ജോലി തിരക്ക്, അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഇവിടുത്തെ തിരക്ക്. എനിക്കങ്ങ് വിളിക്കാൻ പറ്റിയില്ല. എന്താ മോളെ, നീ എന്താ ഇങ്ങനെ വല്ലാതെ സംസാരിക്കുന്നേ? എന്ത് പറ്റി കുഞ്ഞേ? എൻ്റെ അമ്മ, എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അമ്മയ്ക്ക് അവിടെ പുതിയ കല്യാണ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമല്ലേ. അമ്മയുടെ കൂട്ടുകാരി ജെസ്സി ഓടി നടന്ന് ക്യാൻവാസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഇവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ. ഇനി എന്നോട് ഇത് പറയിപ്പിക്കരുത്. അവരെ സ്റ്റീഫൻ ചാനെ വിളിച്ചിരുന്നു കഴിഞ്ഞാഴ്ച ഇത് ക്യാൻവാസ് ചെയ്യാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ സ്ത്രീയോട് പറഞ്ഞേക്കാം എന്നെ വിളിക്കരുത്. എനിക്ക് പറയുന്നതിന് മയം ഉണ്ടാവത്തില്ല. ഞാൻ കാര്യം പറയുകയാണ്. മോളെ, നീ എന്താ പറയുന്നത്? ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞോ എനിക്ക് കല്യാണം വേണോന്ന്? നീ എന്താ നീ പറയുന്നത് കുഞ്ഞേ? ഞാൻ പറയുന്ന നമ്മ കേൾക്കാം. എൻ്റെ അപ്പ ഉണ്ടാക്കിയ വീട്, അവിടെ ഇനി വേറൊരാൾ കയറി വന്നിരിക്കണ്ട. അതുകൊണ്ട് എൻ്റെ അപ്പയുടെ സാധനങ്ങൾ എല്ലാം എൻ്റെയാ. ഞാൻ എടുത്തോണ്ട് വരും. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അമ്മയാ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അമ്മ അയാളുടെ കൂടെ പോയിക്കോ, ഞാൻ അന്വേഷിക്കാൻ വരത്തില്ല. നീ ഇതൊക്കെ എങ്ങനെയൊന്നും പറയരുത് മോനെ. നമ്മൾ പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം. നീ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളല്ലാതെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അപ്പ പൊന്നു പോലല്ലേ അമ്മയെ നോക്കിയത് അല്ലേ? എന്നിട്ട് ഈ മരിച്ചിട്ട് ഇത്ര നാളാവുന്നതിന് മുന്നേ വേറൊരാളല്ലേ? ഇത് എപ്പോ തുടങ്ങി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയണ്ട. എന്നെ അന്വേഷിക്കാൻ വരുന്നില്ല. ഇനി ആ പുരാണ കഥകളൊന്നും എനിക്ക് അറിയാൻ വേണ്ട. എനിക്ക് വേണ്ട. ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് പറയാം. അമ്മ അത് കേട്ടോ. എല്ലാ മാസവും ഈ മാസം വരെ നടത്തിയൊരു പ്രഹസനം ഉണ്ടല്ലോ. പള്ളിയിൽ പോയിട്ട് കല്ലറ വൃത്തിയാക്കുക, പൂ വെക്കുക, മെഴുകുതിരി കത്തിക്കുക. ഇനി ആ കല്ലറയിലോട്ട് ദൈവം ചെയ്ത് മരിച്ചെങ്കിൽ മരിച്ച ഒരാൾക്ക് പോലും ആ ആത്മാവിനോട് ഇനി അത് ചെയ്യരുത്. മരിച്ച ആത്മാവിനോട് കുറച്ചെങ്കിലും അമ്മയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ ആ കല്ലറയിലോട്ട് പോവരുത്. അമ്മ അവിടെ പൂ വെക്കണ്ട, അമ്മ വൃത്തിയാക്കണ്ട, അമ്മ മെഴുകുതിരിയും കത്തിക്കണ്ട. എൻ്റെ അപ്പ അങ്ങനെങ്കിലും സന്തോഷിച്ചോട്ടെ. അത് ഞാൻ ചെയ്തോളാം. ഞാനോ സ്റ്റീഫൻ ചാൻ ഞങ്ങൾ ചെയ്യുമത്. ഇനി അങ്ങോട്ട് കെട്ടിയെടുത്ത് പോവരുത്. ഇനി എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ അപ്പയുടെ കല്ലറയ്ക്ക് പോവരുത്. എനിക്ക് അമ്മയുടെ ശബ്ദം പോലെ കേൾക്കുന്ന എനിക്കിപ്പോ വെറുപ്പാ. ഞാൻ വെക്കുവാ. വേണ്ട. Yeah, I have sent it. Yeah, Judy told. Okay, that's it. Okay. പിന്നെ പോയില്ലടാ, നാട്ടിൽ പോകുന്നതിൻ്റെ കുറച്ച് ഷോപ്പിംഗ് വർക്ക് ഉണ്ടായിരുന്നു. ഹായ് ചേച്ചാ. ഞങ്ങൾ പോയിട്ട് മോളെ കളിക്കാൻ വന്നതാണ്. ശരി. നീ എങ്ങനെ വന്ന്? ഞാൻ ഊബർ എടുത്തു. വിളിക്കാൻ പറ്റുമോ? ഇല്ല, കുഴപ്പമില്ല. ചാച്ചൻ പോകുന്ന തിരക്കല്ലേ, അപ്പം ഞാൻ വെച്ചു കുഴപ്പമില്ല. ജാസ്മിൻ, എനിക്ക് ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞാൻ കുടിച്ചിട്ട് ഇറങ്ങി. ആണോ? ഇല്ല, എടുക്കാം. നീ ഉറപ്പിച്ചോ നീ വരുന്നില്ലാന്ന്? ഇല്ല ചേച്ചോ, എൻ്റെ ഡിസിഷൻ മാറ്റില്ല. ഞാൻ വരുന്നില്ല. താല്പര്യമില്ല.
നമ്മളിപ്പോൾ നാട്ടിൽ പോകുന്നു, കുറച്ചാൾ അമ്മയോട് നിൽക്കുന്നു, ഈസ്റ്റർ അമ്മയോട് ആഘോഷിക്കുന്നു. ചാച്ചനിപ്പോൾ ഈസ്റ്റർ ഒന്നും ആഘോഷിക്കാൻ പോകുന്നൊന്നും അല്ലല്ലോ. അമ്മയ്ക്ക് പുതിയ കല്യാണം ആലോചിക്കാൻ പോകുന്ന കാര്യമല്ലേ? അതുമായിട്ട് പോകുന്നതല്ലേ? അമ്മയുടെ കൂടെ നിൽക്കുന്നു, ഈസ്റ്റർ ആഘോഷിക്കുന്നു, കൂട്ടത്തിൽ അയാളെ ഒന്ന് കാണുന്നു. ഇനി അത് നമ്മുടെ അമ്മയ്ക്ക് നല്ലതിനാണെങ്കിൽ തടയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പറ്റത്തില്ല ചാച്ച. ജാസ്മിൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇല്ലെന്നല്ല. പക്ഷേ ആ മനുഷ്യനെ ഒന്ന് കാണണമെന്നും പരിചയപ്പെടണമെന്നും എനിക്കുണ്ട്. നിനക്കൂടെ ഞങ്ങളോട് ഒന്ന് വന്നൂടെ? ചേച്ചി, എനിക്കൊന്നും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്ക് തീരെ താല്പര്യമില്ല ചേച്ചി. ഞാനത് ഡിസൈഡ് ചെയ്തതാണ്. കുറച്ച് നേരം ആയോ വന്നിട്ട്? ഇത് ഒരു നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? ഞങ്ങൾ മിക്കവാറും വരുന്ന സ്ഥലമാണ്. പിന്നെ ചാച്ചനുണ്ടായിരുന്നപ്പം സ്ഥിരം ഇവിടെ വരുമായിരുന്നു. മോളി ജെസ്സി എന്ത് പറയുന്നു? എന്നാ കഴിക്കാൻ വേണ്ടിയത്? കാപ്പി എല്ലാവർക്കും. പിന്നെ ഏത്തക്ക പോകണ്ടോ? ഓക്കെ, അത് എല്ലാവർക്കും. ഓക്കെ. സണ്ണി, ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞതേ, സ്റ്റീഫനാണെങ്കിൽ ഈസ്റ്ററിന് വരുന്നുണ്ട്. അപ്പം അവന് സണ്ണിയെ കാണണമെന്നൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് സണ്ണിയോടൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളെ ഇങ്ങോട്ടൊന്ന് വിളിച്ച് വരുത്തിയത്. ശരി, കൊള്ളാമല്ലോ. ഇപ്പോൾ സ്റ്റീഫൻ വരുന്നുണ്ടല്ലേ? കുറേ നാളുകൾക്ക് ശേഷം ഇത്തവണത്തെ ഈസ്റ്ററിന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ഇത്തവണത്തെ ഈസ്റ്ററിന് സണ്ണിയും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലാക്കാമെന്ന്. പിന്നെന്താ? സണ്ണി ചാച്ചൻ പെട്ടെന്ന് വിട്ടുപോയപ്പോൾ ഞാനിങ്ങ് പെട്ടെന്നങ്ങ് ഒറ്റയ്ക്കായതുപോലെ തോന്നി. പിന്നെ ഇത്രയും വർഷമൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് ജീവിച്ചു. പക്ഷെ പലപ്പോഴും ഉണ്ടല്ലോ, ആ ഒറ്റപ്പെടൽ അങ്ങ് ഒത്തിരി സഹിക്കാൻ പറ്റാത്തതുപോലെ തോന്നും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നെപ്പോലുള്ള ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന പലർക്കും ഈ പ്രായത്തിൽ ഒരു കൂട്ട് അത്യാവശ്യമാണ്. അതുകൊണ്ട് ജെസ്സി എന്നോടിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ച് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്. മക്കളെ, ജെസ്സി ആൻറ്റി ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനായിരുന്നു. ഈ ആലോചനയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തുവാ? ജെസ്സി ആൻറ്റി ഈ ആലോചന പറഞ്ഞപ്പം പപ്പ ഇത്രയും നാൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഇനിയും തന്നെ ജീവിക്കാനുള്ള ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ല. പപ്പ സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ സണ്ണി, ഈ ഒരു പ്രപ്പോസലിനെ പറ്റി സണ്ണിയുടെ അഭിപ്രായം എന്തുവാ? സത്യം പറഞ്ഞാൽ ജെസ്സി ആദ്യമായിട്ട് ഈ ആലോചന കൊണ്ടുവരുമ്പോൾ എന്തോ പറയേണ്ടത് എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ ഈ പ്രായത്തിലൊരു രണ്ടാം കല്യാണം എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ചില സമയങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ എന്ന വ്യക്തിയും എൻ്റെ സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒരു കൂട്ടുണ്ടായിരുന്നുവെങ്കിൽ. പിന്നെ അങ്ങനെ ഞാൻ ഈ ഒരു പ്രപ്പോസലിനോട് സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. ഓ ആ മോനെ, എന്താ ഉണ്ടടാ? ഹാപ്പി ഈസ്റ്റർ. ഓ ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഞാൻ പ്രിയ. ഞാൻ അഞ്ജു. ജെസ്സി എന്തുണ്ട്? ജാസ്മിൻ? ചാച്ചാ, ജാസ്മിനാ? മോളെ സുഖമാണ് മോക്ക്? മോളെ ജാസ്മിനെ, നീ എന്നാലും വന്നല്ലോ. അമ്മ ഈസ്റ്ററിന് വരണമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. എനിക്ക് സന്തോഷമായി കുഞ്ഞെ. ഒത്തിരി
സാരമില്ല, മോള് വന്നില്ല. ജീവിതമെന്ന ഈ യാത്രയിൽ കൈപിടിച്ച് എന്തും നിഴലായി കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് കാണാമറയത്തേക്ക് മാഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടലിനും കണ്ണുനീരിനും പകരം ഇനി അങ്ങോട്ട് ഒരു തണലായി അമ്മയ്ക്കൊപ്പം ഒരു കൂട്ടായി സണ്ണിയങ്കിൾ ഉണ്ടാകുമെന്ന സന്തോഷത്തിലാണ് ഞാനും സ്റ്റീഫൻ ചായനും. ഇവിടുന്ന് കളിചിരിയുടെ ഒരു പുതിയ വസന്തകാലം പൂവണിഞ്ഞു തുടങ്ങുകയാണ്.